ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ആദ്യമായിട്ട് പത്തിരി ഉണ്ടാക്കി നോക്കി കേട്ടോ. അതിൻ്റെ വീഡിയോ ആണ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ ഫസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നെയ്പത്തിരി പൊടി വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് വെച്ചൊരു പത്തിരി ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുകയാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇതിനകത്ത് എഴുതിയതെന്ന് വെച്ചാൽ 2 കപ്പ് നെയ്പത്തിരി പൊടിയും 3 കപ്പ് ചൂടുവെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി കുഴച്ച് അവയെ ചെറിയ ഉരുളകളാക്കുക. ഇവയെ വൃത്താകൃതിയിൽ പരത്തിയെടുത്ത് എണ്ണയിൽ പൊരിച്ചെടുക്കുക. നല്ല സ്വർണ്ണ നിറം വരുന്നവരെ വേവിച്ചെടുത്താൽ കൂടുതൽ സ്വാദിഷ്ടമായ നെയ്പത്തിരി നമുക്ക് രുചികരമായി ലഭിക്കും. നമുക്കപ്പോൾ ആ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് പത്തിരിപ്പൊടി നമുക്ക് കുഴച്ചെടുത്തിട്ട് വരാതെ. പാക്കിംഗ് ഒക്കെ നല്ല അടിപൊളി പാക്കിംഗ് ആട്ടോ. നമ്മളിവിടെ പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നു. ഉപ്പൊന്ന് മിക്സായി കൊടുക്കുന്നുണ്ട്. ജീരകമൊക്കെ ഇത് മിക്സി പൊടി കേട്ടോ. ജീരകമൊക്കെ ഉണ്ട്, തേങ്ങയൊക്കെ ഇടയിട്ടുണ്ടാവും. അപ്പോൾ പൊടി ഏകദേശം മൊത്തത്തിലൊന്ന് മിക്സ് ആയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് വെള്ളം ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. കുറച്ചായിട്ട് വെള്ളം ചേർത്തോട്ട് നമ്മൾ കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പത്തിരിപ്പൊടി കുഴച്ചെടുത്തിട്ട് വരാവേ. അപ്പോൾ നമ്മുടെ പത്തിരിയുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ പാത്രം ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പത്തല് ഇവിടെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ചിട്ടാണ് പരത്തിയെടുത്തത് കേട്ടോ. എന്നാൽ നമുക്ക് എടുക്കാൻ എളുപ്പമല്ലേ. അടിപൊളിയായിട്ട് പരത്തി കിട്ടിയിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ
ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മുടെ പത്തിരി പരത്തി വെച്ചത് ഇട്ട് കൊടുക്കാം. അത് അവിടെ നിന്നാവട്ടെ. അപ്പോൾ അടുത്ത് നമുക്കിവിടെ ഇപ്പോഴേക്കും പരത്തി റെഡിയാക്കി. നന്നായിട്ട് മുരിയണമെന്നാണ് കണ്ടത് കേട്ടോ. കുറച്ചും കൂടി ഒരു ഗോൾഡൻ കളർ ആകുന്നവർ വെയിറ്റ് ചെയ്യും. പത്ത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. പത്തൽ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ മുട്ടക്കറി ആക്കാമെന്ന് വെച്ച് മുട്ട അവിടെ വേവാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പത്തൽ ഇവിടെ സക്സസ് ആയിട്ടുണ്ട്. അടിപൊളി പത്തലായിട്ടുണ്ട്. അപ്പോൾ ബാക്കി കൂടി നമുക്ക് ചുട്ടെടുക്കാം. ഫസ്റ്റ് പരത്തുന്ന ടൈമിൽ പിന്നെ ചെറുതായിട്ട് കുട്ടിപ്പൊന്ന് വേണ്ടായിരുന്നു. വെള്ളം കുറഞ്ഞിട്ട് ഞാൻ അല്പം കൂടി വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടി അത് നമ്മുടെ മാവ് ഒന്നുകൂടി കുഴച്ചെടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പത്തിരി നന്നായി പൊന്തി വരുന്നതുണ്ടോ. ഫുൾ സക്സസ്ഫുൾ ആണ് കേട്ടോ പത്തിരി.
ഒരാൾ ഉറങ്ങി എണീറ്റ് പല്ലും വെച്ചിട്ട് ഇവിടെ വന്നിരിക്കുക. അപ്പോൾ നമ്മുടെ പത്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാട്ടോ. ഇനി ഇത്രയും സക്സസ് ആവുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ചുട്ടെടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ പത്തലെല്ലാം അടിപൊളിയായിട്ട് എല്ലാം ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പത്തലിന് വേണ്ട കറി കൂടി ഇവിടെ റെഡിയാക്കി എടുക്കാം. നമുക്ക് മുട്ടക്കറി ആക്കിയെടുക്കാം കേട്ടോ. ഇതുണ്ടോ, ഞാൻ ഇതിങ്ങനെ വെറുതെ കഴിക്കാനാണ്. പിന്നെ ഞാനെന്തിനാ കറി ഉണ്ടാക്കുന്നേ? എന്നാ രണ്ടാളും അങ്ങനെ കഴിച്ചാൽ പോരെ? എങ്ങനെയുണ്ട് അതിൻ്റെ? ഇഷ്ടമായിനാ? അമ്മ ആദ്യമായിട്ടല്ലേ പത്തലുണ്ടാക്കുന്നത്? എങ്ങനെയുണ്ട്? അടിപൊളി. കഴിച്ചു. അപ്പോൾ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുട്ടക്കറി ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇതിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ, ഒരുപാട് ലോങ് ആയി പോകും വീഡിയോ. അപ്പോൾ നമ്മുടെ പത്തിരിയും മുട്ടക്കറിയും നല്ല അന്നേരം കട്ടൻ ചായ ഇവിടെ റെഡി ആയിട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു. അടിപൊളി. ഇത് കഴിച്ചില്ല, ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. ഇയാള് പിന്നെ കറിയില്ലാതെ കഴിക്കുക. അടിപൊളി. ടാമ ബേ.